നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിക്കിമിലെ അപ്പർ റിംബി പ്രദേശത്ത് കനത്ത മഴയെ തുടർന്നുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ കുറഞ്ഞത് 4 പേർ മരിച്ചു. 3 പേരെ ഇതുവരെയായിട്ടും കാണാനായിട്ടില്ല. പല മേഖലകളിലും ഇപ്പോൾ തുടർച്ചയായിട്ട് മണ്ണിടിച്ചിലും പ്രളയവും മേഘവിസ്ഫോടനവും നടക്കുന്നത് മൂലം നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കാണാതായവരെ കുറിച്ചിട്ടുള്ള വിവരങ്ങളില്ല. അവർക്കായിട്ട് പല മേഖലകളിലും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിക്കിമിൽ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായി, അതിൽ ഒരാൾ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചതെന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും പ്രളയം തുടരുകയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ യാങ്താങ് ഗ്രാമത്തിൽ മണ്ണിടിച്ചിലുണ്ടായി. വീടിനുള്ളിൽ ചെളിയും പാറകളും വീണു. ഇരകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കരകവിഞ്ഞൊഴുകുന്ന ഹ്യൂം നദിക്ക് കുറുകെയും താൽക്കാലിക തടിപ്പാലം നിർമ്മിച്ച് പരിക്കേറ്റ 2 പേരെ ദുരിതബാധിത പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. വിജയകരമായി രക്ഷാപ്രവർത്തനം നടത്തുകയും ജില്ലാ ആശുപത്രിയിലേക്ക് അവരെ ഉടൻ മാറ്റുകയും ചെയ്തിട്ടും ചികിത്സയ്ക്കിടെ ഒരു സ്ത്രീ മരിച്ചു. മറ്റേയാളുടെ നില ഗുരുതരമായി തുടരുന്നു. 3 പേരെ ഇപ്പോഴും കാണാനില്ല. ദുർഘടമായ ഭൂപ്രകൃതിയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാക്കിയിരിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം കാണാതായവർക്കായിട്ടുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ അടുത്തിടെയുണ്ടായ വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഡെറാഡൂൺ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സന്ദർശന വേളയിൽ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം നടത്തുകയും വെള്ളപ്പൊക്ക ബാധിത കുടുംബങ്ങളുമായി സംവദിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾക്ക് 1200 കോടി രൂപയുടെ ധനസഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും അദ്ദേഹം പ്രഖ്യാപിച്ചു. കൂടാതെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും മൂലം അനാഥരായ കുട്ടികൾക്കായി PM കെയർസ് ഫോർ ചിൽഡ്രൻ പദ്ധതി പ്രകാരം സമഗ്രമായ സഹായം അദ്ദേഹം പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ അക്ഷീണ പരിശ്രമങ്ങളെ പ്രശംസിച്ചുകൊണ്ട് NDRF, SDRF, അബ്ദ മിത്ര വളണ്ടിയർമാരും പ്രധാനമന്ത്രി സംവദിച്ചു. ദുരിതബാധിത പ്രദേശങ്ങളിലെ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനഃസ്ഥാപനത്തിനും പുനർനിർമ്മാണത്തിനും കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കാരണം പ്രധാനമന്ത്രിക്ക് ദുരിതബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യക്ക് 2 മൺസൂണുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ ആ മേഖലകളിലെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കവും പ്രളയവും കാരണം നിരവധി ആളുകൾക്കാണ് ജീവനും അതുപോലെ തന്നെ അവരുടെ വീടും കെട്ടിടങ്ങളെല്ലാം തന്നെ നഷ്ടമാകുന്നത്. സാധാരണ ഉഷ്ണ മൺസൂണും ശീത മൺസൂണാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥ. ഇന്ത്യയുടെ വാർഷിക മഴയിൽ ഭൂരിഭാഗവും ലഭിക്കുന്നത് ഉഷ്ണകാല മൺസൂണിൽ നിന്നാണ്. കനത്ത നീണ്ടു നിൽക്കുന്ന മഴയാണിത്. വെറ്റ് മൺസൂൺ എന്നും ഇതിന് പേരുണ്ട്. കാലാവസ്ഥാ പ്രതിഭാസങ്ങളായ എൽനിനോയും ലാനിനോയും മൺസൂണിനെ സ്വാധീനിക്കുന്നുണ്ട്. ശാന്തസമുദ്രത്തിന്റെ കിഴക്ക് മധ്യഭാഗങ്ങളിൽ സമുദ്രോപരിതലം ശരാശരിയിലും കൂടുതൽ ചൂട് പിടിക്കുന്നതാണ് എൽനിനോ. മൺസൂൺ കാറ്റിന്റെ സാധാരണ ക്രമത്തെ ഇത് തടസ്സപ്പെടുത്തും. മഴയും കുറയും. എൽനിനോയുടെ എതിർ പ്രതിഭാസമാണ് ലാനിന. ഇത് ശരാശരിയിലും കൂടുതൽ മഴ പെയ്യിക്കും. ശാന്ത സമുദ്രോപരിതലം കൂടുതൽ തണുക്കുന്നതിനാൽ മൺസൂൺ കാറ്റ് ശക്തിപ്പെടും. ചിലപ്പോൾ വലിയ മഴയ്ക്കും പ്രളയത്തിനും കാരണമാകുകയും ചെയ്യും. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടകത്തിന്റെ ചില ഭാഗങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശീതകാല മൺസൂൺ മഴ ലഭിക്കുന്നത്. ഇന്ത്യയിൽ പെയ്യുന്ന മഴയുടെ 30% വരും ഇത്. ശീതകാല മൺസൂണിനെ ആശ്രയിച്ചാണ് റാബി കൃഷി ചെയ്യുന്നത്. മഴയുടെ തീവ്രത ഇതിൽ കുറവായിരിക്കും. ഡ്രൈ മൺസൂൺ എന്നും ഈ മഴക്കാലത്തെ വിളിക്കാറുണ്ട്. ഇന്ത്യ, ദക്ഷിണേന്ത്യ എന്നീ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴയാണ് ഉഷ്ണകാല മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയായിരിക്കും ഈ മഴക്കാലം. സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്റർ ഉയരത്തിലാണ് ടിബറ്റൻ സമതലം. വേനലിൽ ടിബറ്റിന് മുകളിലെ വായു ചൂട് പിടിച്ചുയരും. ഈ ഭാഗത്തേക്ക് സമീപ പ്രദേശങ്ങളിലെ തണുത്ത വായു സഞ്ചരിക്കും. ഇന്ത്യ അടക്കമുള്ള മേഖലകളിൽ മൺസൂൺ കാറ്റ് ഇങ്ങനെ വലിച്ചെടുക്കപ്പെടുന്നു. ഇതിനാൽ ടിബറ്റിന് താപയന്ത്രം എന്ന വിശേഷണമുണ്ട്. ഏതായാലും ഈ ഒരു കാലാവസ്ഥാ മാറ്റം ഇന്ത്യയിൽ വലിയ രീതിയിൽ തന്നെയാണ് പലപ്പോഴും ആഞ്ഞടിക്കാറുള്ളത്. ഹിമാചൽ പ്രദേശിലും കാലവർഷം ശക്തമായതിനെ തുടർന്ന് സംസ്ഥാനത്തെ 577 റോഡുകൾ അടച്ചിട്ടിരുന്നു. കാലാവസ്ഥാ വകുപ്പ് വീണ്ടും കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിലും മണ്ണിടിച്ചിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. അടച്ച റോഡുകളിൽ 213 എണ്ണം കുളുവിലും 154 എണ്ണം മാണ്ഡി ജില്ലയിലുമാണ്. സംസ്ഥാനത്ത് 812 വൈദ്യുതി ട്രാൻസ്ഫോമറുകളും 369
ജലവിതരണ പദ്ധതികളും തടസ്സപ്പെട്ടിട്ടുണ്ട്. ജൂൺ 20-ന് കാലവർഷം ആരംഭിച്ചതു മുതൽ ഇതുവരെ മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിലും റോഡ് അപകടങ്ങളിലുമായി 380 പേർ മരിക്കുകയും 40 പേരെ കാണാതാവുകയും ചെയ്തു. മണ്ണിടിച്ചിലിൽ 48 പേരും, മേഘസ്ഫോടനത്തിൽ 17 പേരും, മിന്നൽ പ്രളയത്തിൽ 11 പേരും, റോഡ് അപകടങ്ങളിൽ 165 പേരുമാണ് മരിച്ചത്. സംസ്ഥാനത്തിന് ഇതുവരെ 4306 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ നാശനഷ്ടങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ഇടിമിന്നലോട് കൂടിയ നേരിയ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിലും കാലാവസ്ഥാ വകുപ്പ് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ 14 ജില്ലകളിലും നേരിയ മഴ സാധ്യത നിലനിൽക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ വളരെ മുൻകരുതൽ എടുക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. അതേസമയം അടുത്ത 3 മണിക്കൂറിലും കേരളത്തിൽ കൊല്ലം, പത്തനംതിട്ട, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കേരളത്തിൽ 1604.7 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ലഭിക്കേണ്ടതിനേക്കാൾ 12% കുറവ് മഴയാണ് ലഭിച്ചതെങ്കിലും കാലവർഷം തുടങ്ങിയ മെയ് 24 മുതലുള്ള കണക്കെടുക്കുമ്പോൾ റെക്കോർഡ് മഴയാണ് ലഭിച്ചത്. 1862.8 മില്ലിമീറ്റർ മഴയാണ് ജൂൺ 1 മുതൽ സെപ്റ്റംബർ 8 വരെ ലഭിക്കേണ്ടിയിരുന്നത്. ലക്ഷദ്വീപിൽ 906.3 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിയിരുന്നത് 787.6 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. 2435.4 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിയിരുന്നത് 2823.2 മില്ലിമീറ്റർ മഴ ലഭിച്ചു. 16% കൂടുതൽ മഴ ലഭിച്ചു. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് വയനാട് ജില്ലയിലാണ്. സാധാരണ ലഭിക്കുന്ന നിന്നും 36% കുറവ് മഴയാണ് ലഭിച്ചത്. 2300 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിയിരുന്നത് 1480.6 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. ഇടുക്കിയിലും മഴ കുറഞ്ഞു. ഏതായാലും ഈ പറയുന്ന സിക്കിമിലും ഹിമാചൽ പ്രദേശിലടക്കം തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ കാലാവസ്ഥ തന്നെയാണ് കേരളത്തിലും. ഇടയ്ക്കിടെ അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് കൃത്യമായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്തണം. പലപ്പോഴും കേരളത്തിലടക്കം റെഡ് അലേർട്ട് പല ജില്ലകളിലും പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ ജനം എടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നമുക്കും സംഭവിക്കും. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം.